ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് തലേദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു നമ്മുടെ ചേമ്പന്തര എടുക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് നമുക്ക് പുളിങ്കറി വയ്ക്കണം കേട്ടോ. നമ്മളുടെ പുളി രസം എന്ന് പറയും കേട്ടോ. പിന്നെ അത് വയ്ക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അത് 2-3 ഇങ്ങനെ മുറിച്ചങ്ങ് എടുക്കണം. നമ്മുടെ പുളിന്തഴ ഉണ്ടല്ലോ, ചേമ്പന്തഴ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ നേരെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് മണ്ടയിലോട്ടൊന്ന് വെച്ചേക്കും. താവ് കെട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ അടുപ്പ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് വെച്ചിട്ട് താഴെ വെച്ച് നരിയണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ തൊലിയൊക്കെ, അതായത് സ്കിന്നുണ്ടല്ലോ, അതൊന്ന് എടുത്ത് കളയണം. പിന്നെ ഇത് കറയുണ്ട്, അപ്പോൾ നമ്മുടെ കൈ ചൊറിയും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് ഒന്ന് പുരട്ടേണേ. എന്നിട്ടും ചെറുതായിട്ടൊക്കെ ചൊറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അപ്പം നല്ല വൃത്തി ഒന്ന് ഇളക്കി അങ്ങ് മാറ്റണം. കാരണം അതിൽ ഫ്രണ്ടിരിക്കുന്ന ആ തൊലി നമുക്കത് ആവശ്യമില്ല. കാരണം അതെന്തോ എനിക്ക് അറിഞ്ഞൂട്ടാ, പണ്ട് തൊട്ടേ അമ്മയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് കണ്ടു ശീലിച്ചുകൊണ്ട് നമ്മൾ അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള പുളിരസങ്ങളൊക്കെ വയ്ക്കാൻ അറിയാമെന്നുള്ളവർ കാണുമായിരിക്കും. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ പലരും കാണുമായിരിക്കും. അപ്പം മസ്റ്റായിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ചുറ്റുപറ്റത്തുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൊരെണ്ണമാണ് കേട്ടോ ഇത്. പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഇലയൊക്കെ കറി വയ്ക്കും. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഇല ലീഫൊന്നും കറി വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ചേമ്പുംതട, ചേന അങ്ങനെയൊക്കെ ഉള്ളത് അതിൻ്റെ കിഴങ്ങൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ, അതായത് ഒരു കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മാത്രമാണ് നമ്മൾ തണ്ടെടുത്ത് വെക്കുന്നത് കേട്ടോ. വേറെ ഒന്നിൻ്റെ തണ്ട് ഇതൊരിക്കും വെച്ച് നോക്കിയിട്ടില്ല. പിന്നെ ഇത് പുളിരസം വയ്ക്കാനാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് തീയിൽ വയ്ക്കാം കേട്ടോ. തീയിലൊക്കെ വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഊറ്റി വടിക്കണം കേട്ടോ. ഒന്ന് ഇതിൻ്റെ കറയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഊറ്റിയൊക്കെ വടിച്ചെടുത്തതിന് ശേഷം മാത്രം തീയിൽ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് 2-3 വലിയ തണ്ടല്ലേ, അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം 2 ദിവസം കൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസിനൊന്നും റീച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മിക്കുള്ളവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിഞ്ഞൂടാത്തവർക്ക് പറയുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുക്കറിൻ്റെ കാര്യം പറയുന്നത്. നമ്മുടെ കുക്കറില്ലേ, കുക്കറിൽ വാഷറുണ്ടല്ലോ, വാഷർ നന്നായിട്ട് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ വാഷർ അതിൽ അടപ്പിലടയ്ക്കാൻ പറ്റാത്ത രീതി വരുമ്പോൾ നമ്മൾ ആ വാഷർ എടുത്തിട്ട് പുതിയതൊന്നും വാങ്ങിക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വാഷറുണ്ടല്ലോ ഒന്ന് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ കുക്കറിൽ അതേ സൈസിലൊന്ന് ചുരുങ്ങി കിട്ടും, നമുക്കത് അടയ്ക്കാൻ പറ്റും. മിക്കുള്ളവർക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ഇങ്ങനെ എപ്പോഴും കുക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ കുക്കർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവർക്കും അറിയായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അധികം ഇവിടെ കുക്കർ യൂസ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും കുക്കർ യൂസ് ചെയ്യുന്നത് ഗ്യാസ് ഉള്ളപ്പോഴായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കുക്കർ അധികം ആവശ്യമില്ല. എല്ലാം നമ്മൾ ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിലതിലൊക്കെ അതിൻ്റെ ഇല വന്നിട്ടുണ്ട്, ചില തണ്ടിൽ നമ്മുടെ ഇല വന്നിട്ടുണ്ട്. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അതിൽ തന്നെ ഇരുന്നോട്ടെ. അത് കളഞ്ഞാലും കുഴപ്പമില്ല, അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുത്തതാണ് കേട്ടോ നമ്മുടെ ചട്ടിയിലോട്ട് മാറ്റുന്നത്. ഞാൻ അരിയുന്നതിന് മുമ്പ് കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പൊന്നിട്ട് കഴുകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനം നമ്മളിവിടെയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് ചില സൗണ്ടുകളൊക്കെ അറിയാം. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയും കൊച്ചുങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറി എന്നാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ചില സൗണ്ടുകളൊക്കെ കേട്ടാൽ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഫുള്ളൊന്ന് ഊറ്റി വടിച്ച് കളയണം കേട്ടോ. നമ്മൾ ഇന്ന് വെള്ളത്തിൽ ഊറ്റി വടിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഇതുണ്ടല്ലോ, അതിൻ്റെ കറയുണ്ട്, അത് നമുക്ക് ചൊറിച്ചിലുണ്ടാവും നമുക്കത്. അതുകൊണ്ടാണ് അത് ഊറ്റി വടിച്ച് കളയുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പുളിയാണ് കേട്ടോ. പുളിയും കുരുമുളകും, ഇത് രണ്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ പുളിയും നമ്മുടെ കുരുമുളകും ഇട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഉപ്പും പുളിയും നമ്മുടെ ഈ തടയുണ്ടല്ലോ, നമ്മുടെ ഈ എന്തോ ഇതിൻ്റെ പേര് തടയിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവാൻ വെക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് കുക്കായി പോയെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്തു പോയി കേട്ടോ. പിന്നെ നമ്മളൊരു കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം
കുരുമുളക് കുറച്ചൊന്ന് വാരിയെടുക്കണം. അത്യാവശ്യം നല്ല തോന വേണം കേട്ടോ. മെയിനായിട്ടുള്ള 2 സാധനമാണ് കുരുമുളകും പിന്നെ നമ്മുടെ പുളിയും കേട്ടോ. ഇപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചായച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രസത്തിൻ്റെ മോഡലല്ലേ, അപ്പോൾ അത് രണ്ടും നമുക്ക് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മളിത് എണ്ണ വറുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ വെള്ളം വെച്ച് വേവിക്കാൻ വെക്കുകയില്ലേ, അപ്പോൾ അതിന് ശേഷം അത് അവസാനം കടുക് വറുത്ത് വീഴ്ത്താന്ന് എഴുതി കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ടിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ. നമ്മളെ പുളി ഫുള്ള് വറ്റിപ്പോയി കേട്ടോ. സംഭവം പുളി ഇത്രയും വറ്റാൻ പാടില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നല്ല പുളിരസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പിടിച്ചിട്ടുണ്ടല്ലോ ഫുള്ളും. പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് മെയിനായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചാൽ മതി. അത് ഞാൻ ഈ അരച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് വയ്ക്കുന്നത്. കാരണം നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ അതിൽ തന്നെ ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. വറ്റി തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി വരും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന എന്തുണ്ട്, അതായത് നമുക്ക് ഹെൽത്തായിട്ട് എന്ത് തോന്നുന്ന എല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കറിയിൽ കുറച്ച് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.